ദിയയുടേത് വേൾഡിലെ ആദ്യത്തെ പ്രസവമല്ല എന്ന് പറയുന്നവരോട് എനിക്ക് ചെറുത് പറയാനുണ്ട്. ദിയയുടെ ആ ഒരു ഡെലിവറി വീഡിയോ കൊണ്ട് ദിയ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ദിയയുടെ ആ വീഡിയോ ഒരുപാട് മെസ്സേജസ് നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്, പ്രസവിക്കാൻ പേടിയാവുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകൾക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകുന്നതാണ് ആ ഒരു പ്രഗ്നൻസി ഡെലിവറി വീഡിയോ എന്ന് പറയുന്നത്. ദിയയുടെ ആ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇഞ്ചക്ഷൻ പോലും പേടിക്കുന്ന ഒരു സ്ത്രീയാണ് ദിയ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് കിടക്കാനും പുള്ളിക്കാർക്ക് പേടിയാണ്. അപ്പം അത്തരം സ്ത്രീകളെ എങ്ങനെ മെൻ്റലി പോസിറ്റീവ് ആക്കി സ്ട്രോങ് ആക്കി ഈ ഒരു ഡെലിവറി പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ദിയയുടെ ആ പ്രഗ്നൻസി വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് സ്ത്രീകൾ നോർമൽ ഡെലിവറി പെയിൻ പേടിച്ചിട്ട് സിസേറിയനിലോട്ട് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ദിയയുടെ ആ ഒരു വീഡിയോ എനിക്കൊരു പുതിയ നോളജും കൂടെ തന്നായിരുന്നു. നോർമൽ ഡെലിവറി നമുക്ക് പെയിൻ കുറച്ച് ചെയ്യാം. ഇടുപ്പിൻ്റെ അവിടെ മരവിപ്പിച്ചിട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് പെയിൻ മാക്സിമം കുറച്ച് ഡെലിവറി ചെയ്തെടുക്കാം. കുട്ടി വന്ന സമയം ദിയ അറിഞ്ഞു പോലുമില്ല കുട്ടി വന്നത്. ആ ഒരു താഴോട്ട് ഇറങ്ങിയപ്പോൾ ദിയയ്ക്ക് ആ ഒരു പെയിൻ ഒരുപാട് ഫീൽ ചെയ്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെറുപ്പക്കാരിൽ മാത്രമല്ല പാരൻസിനും ഒരുപാട് ഇൻഫർമേഷൻ നൽകുന്ന ഒരു വീഡിയോ. ദിയയുടെ ഡെലിവറിയുടെ ഓരോ സ്റ്റേജസിലും ദിയയുടെ മെന്റൽ ഹെൽത്ത് പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് പുള്ളിക്കാരത്തിൻ്റെ പാരൻസ്, ഹസ്ബൻഡ്, സിസ്റ്റേഴ്സ്, അവിടെ നിൽക്കുന്ന നഴ്സസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പം അത് എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് അവർക്ക് നിൽക്കേണ്ടതൊക്കെ ഈ ഒരു വീഡിയോയിൽ ദിയ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ആഫ്റ്റർ ഡെലിവറി ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് സ്ത്രീകളിൽ ഉണ്ടാവും. അപ്പോൾ അതിലാണ് ഈ ഒരു ഡിപ്രഷൻ എറൈസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഫാമിലി സപ്പോർട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ സിവിയറായി സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന രീതിയിൽ വരെ അമ്മ പോയേക്കാം. ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പാരൻസിന്റെ ഭാഗത്തു നിന്നോ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നോ മതിയായ സപ്പോർട്ട് ലഭിക്കാത്തതിന്റെ റിസൾട്ടായിട്ടാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഈ വീഡിയോ പോയി ഒന്ന് കണ്ടിരിക്കണം. ഞാൻ പൊതുവേ ദിയയുടെ യൂട്യൂബ് വീഡിയോസ് കാണാറില്ല, ഈവൻ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറച്ച് റീൽസ് കണ്ടിട്ടാണ് ഞാനൊന്ന് കണ്ടിരിക്കാമെന്നും പറഞ്ഞ് കയറി കണ്ടതാണ്. പക്ഷെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും, അടുത്തെന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് ആ ഒരു ഡെലിവറി കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. And thank you so much Diya for such a beautiful content. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഇസ് ഫാത്തിമ അൽ സഹ്റ സൈനിങ് ഓഫ്. ബൈ.